Hello everyone, myself Dr. Bibin. This will be a review about the TATA Harrier, and I am one of the few Harrier owners. ഇത് കേരളത്തിലെ ആദ്യത്തെ ഒരു 50 ഹാരിയറിൽ ഒന്നാണ്. ഈ ലോക്ക്ഡൗൺ കാലത്തും ഏറ്റവും കൂടുതൽ ഓട്ടം ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ഞങ്ങളെപ്പോലുള്ള ഡോക്ടേഴ്സാണ്. എസ്പെഷ്യലി pulmonologists like us had a very hectic schedule, and our companion, the Harrier, was with us, and this is almost reaching 50,000 kilometers. I am taking it for the major service also. So I'll be giving a quick review about the Harrier, because so many bloggers in Kerala itself are telling very negative reviews about our Harrier. As we all know, Harrier is an Indian brand, TATA, and TATA is having so many issues regarding the service. But I must say, before this vehicle I was using a Mercedes-Benz C-Class. So people are telling for 28 lakhs this vehicle is given a very bad service, especially from the dealers. And what most of the bloggers are complaining are silly problems like the wiper sound issue, small paint marks, the dip in the paints, and small scratches in the new vehicle delivered. But what I have to say is that even in a very luxurious car, you can see small issues like this. And one of the vloggers told the wiper blades were not changed when he asked to do so. But my dear friend, what I have to tell you is that the wiper blades on the first complaint itself, they can't change it to another new one because it costs around rupees 3,000. 3000 രൂപ വിലയുള്ള വൈപ്പർ ബ്ലേഡ് നമ്മൾ ഒരു സൗണ്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഡീലേഴ്സിന് അത് മാറ്റി തരാനായിട്ട് കഴിഞ്ഞു എന്ന് വരത്തില്ല. അതുപോലെ ചെറിയ പെയിൻറ്റ് പോകുന്ന പ്രശ്നങ്ങൾ, ഇവിടുത്തെ സ്ക്രാച്ച് മാർക്സ്, അത് ഏതൊരു ലക്ഷറി വണ്ടിയാണെങ്കിൽ പോലും ഡെലിവറി ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അത് ഉടനെ തന്നെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞ് മാറ്റിത്തരാനായിട്ട് നമ്മുടെ കമ്പനിക്ക് ടാറ്റയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞു എന്ന് വരത്തില്ല. അത് വെച്ച് നമ്മുടെ തന്നെ ഒരു ഇന്ത്യൻ ബ്രാൻഡിനെ ഇകഴ്ത്തി കാണിക്കുന്നത് മലന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. വലിയൊരു ഇഷ്യൂ ഉണ്ടായ ഒരു വണ്ടിയാണ് ഇത്. 30,000 കിലോമീറ്റർ സർവീസ് വന്നപ്പോൾ ഈ വണ്ടിക്ക് എനിക്ക് കംപ്ലൈൻ്റ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവർ റൊട്ടീൻ സർവീസ് ചെയ്തപ്പോൾ അവർക്കിതിൽ ഒരു ഓയിൽ സീൽ ലീക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഈ ഓയിൽ സീൽ ലീക്ക് അവർ ഓയിൽ സീല് വാറണ്ടി പീരീഡിൽ തന്നെ ആയതുകൊണ്ട് മാറ്റിത്തരാമെന്ന് പറഞ്ഞു. അവർ 1 മാറ്റി, 2 മാറ്റി, 3 മാറ്റി, പിന്നെയും ലീക്ക് ആവുകയാണ്. വണ്ടി 1 മാസം കഴിഞ്ഞു, 1.5 മാസമായി, എന്നിട്ടും വണ്ടി തിരിച്ച് സർവീസ് കഴിഞ്ഞ് ഡെലിവറി ചെയ്യുന്നില്ല. എനിക്ക് നല്ല ഓട്ടമുള്ള ഒരാളാണ്. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ഈ ഓയിൽ സീലിൻ്റെ കാര്യം പറഞ്ഞു. അവർ ഒരാഴ്ച സമയം പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. പിന്നീട് ഇവർ 3 പ്രാവശ്യം മാറ്റിയിട്ടും ഇത് ശരിയാകാതെ വന്നപ്പോൾ I got really frustrated. This was the first complaint regarding oil seal leak. I hope so. And what they did was they made a new oil seal with wings. So the TATA Harrier oil seal had a problem at that time, and they tried to do the service at the earliest. Even the sales manager, even the service manager, the whole Kerala regional manager called me and talked personally with me. I sent an email also telling the complaint about the oil seal leak. And what I have to say is that അന്ന് അതെനിക്ക് ഒത്തിരി ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കിയെങ്കിലും ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നിന്ന് ചിന്തിക്കുമ്പോൾ ഫ്രം ദ സർവീസ് പീപ്പിൾ, their point of view, they tried maximum to rectify the complaint. But as we all know, ഇത് D8 പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന ടാറ്റയുടെ ഏറ്റവും പുതിയ വണ്ടിയാണ്. അതിന് വന്നിരിക്കുന്ന ഓരോ കംപ്ലയിൻറ്റ്സ് റെക്ടിഫൈ ചെയ്യാനായിട്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ പുതിയ സ്പെയർ പാർട്സ് ഉണ്ടാക്കേണ്ടി വന്നേക്കാം. സോ ദേ നീഡ് ടൈം ടു റെക്ടിഫൈ ദ കംപ്ലയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഇച്ചിരി സമയം കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അന്ന് ആ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സമയത്ത് ഞാൻ ഇമെയിൽ അയച്ചു, സോഷ്യൽ മീഡിയയിലെല്ലാം ഞാനൊരു വലിയ കംപ്ലയിൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ഒത്തിരി വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ് എൻ്റെ ഈ ഹാരിയർ. ബട്ട് ഞാനിപ്പോൾ ഒരു 50,000 കിലോമീറ്ററോട് അടുക്കുമ്പോൾ ഐ ആം ടോട്ടലി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് വെഹിക്കിൾ.
ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഒരു മെഴ്സിഡീസ് ബെൻസ് ഞാൻ ഉപയോഗിച്ചിരുന്നു. നമ്മൾ ഓർക്കണം, ബെൻസിലുള്ള അതേ ലക്ഷറീസ് തന്നെയാണ് നമുക്ക് ഈ 28 lakhsന് ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നത്. പലപ്പോഴും ഈ 28 lakhsന് നമുക്ക് ബെൻസിൻ്റെ ഒരു എ ക്ലാസ് ലെവൽ പോലും കിട്ടിയെന്ന് വരത്തില്ല. അവർ ചിലപ്പോൾ ലോറിയിലൊക്കെ വണ്ടി കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തേക്കും. ഈ പറഞ്ഞ പോലെ ഒരു പോറിൽ പോലും സ്റ്റിൽ ദർ ആർ ഇഷ്യൂസ് വിത്ത് ഈവൻ ലക്ഷറിയസ് കാർസ് ലൈക്ക് ബെൻസ്, BMW ഓർ ഈവൻ റോൾസ് റോയ്സ്. ഈ ലോറി കൊണ്ടുവന്ന് ഇറക്കുന്ന വണ്ടിയിൽ പോലും തട്ടോ മുട്ടോ പറ്റും. അത് സർവീസുകാരുടെയോ അല്ലെങ്കിൽ സെയിൽസുകാരുടെയോ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതായിരിക്കത്തില്ലല്ലോ. അതുപോലെ ഇതുപോലുള്ള സ്മോൾ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഉടനെ തന്നെ ടാറ്റയെ പറ്റിയും അവരുടെ ഡീലർഷിപ്പിനെ പറ്റിയും അടച്ചാക്ഷേപിക്കുന്നതിന് പകരം ഒരല്പം സമയം കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. Especially when we give negative reviews like this, it's going to harm an Indian brand. As we all know, ഞാനൊരു ടാറ്റ ആരാധകനായതുകൊണ്ടാണ് ഞാൻ ടാറ്റയുടെ വണ്ടി തന്നെ ഒരുപാട് പേരുടെ എതിർപ്പുകൾ ഉണ്ടായിട്ടും ഞാൻ ധൈര്യസമേതം ഹാരിയർ തന്നെ സെലക്ട് ചെയ്തത്. ബട്ട് നൗ ഐ എം ടോട്ടലി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് വെഹിക്കിൾ. എവിടെ വേണമെങ്കിലും സിംഹക്കുട്ടിയെ പോലെ പാഞ്ഞ് കയറാൻ, ഒരു പുലിക്കുട്ടിയെ പോലെ നിൽക്കാനായിട്ട് ദിസ് മൈ ഹാരിയർ ക്യാൻ ഹാവ് ദാറ്റ് കേപ്പബിലിറ്റി. സോ നമ്മൾ ഇതുപോലുള്ള വലിയ വണ്ടി വാങ്ങിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ എല്ലാ ഇഷ്യൂസും 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. ടൊയോട്ടയായിട്ടൊക്കെയാണ് പലരും കമ്പയർ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ സർവീസിൻ്റെ ഇഷ്യൂസ് ടൊയോട്ടയിലും ഉണ്ടായിട്ടുണ്ട്. This new D8 platform will definitely have issues and they will rectify the mistakes, hopefully. So I am waiting the Tata people to have a better dealership and better training of the employees to give a better service for the customers. എനിക്ക് പറയാനുള്ള ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ in case if we need to give for service for a longer duration, it's better to have an additional small car. ഒരു 800 ആയാലും മതി. നമ്മളൊരു 1 ലക്ഷത്തിൻ്റെ വണ്ടി, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചു വെച്ചെന്നാലും കുഴപ്പമില്ല. ബിക്കോസ് യു ഷുഡ് എക്സ്പെക്ട് സച്ച് പ്രോബ്ലംസ് ഫോർ ദീസ് വെഹിക്കിൾസ് വിത്ത് എ ന്യൂ പ്ലാറ്റ്ഫോം, വിത്ത് എ ന്യൂ വാട്ട് ടു സേ ടു എ ഹയർ ലക്ഷറി വെഹിക്കിൾ. നമ്മളെപ്പോഴും ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ടൊരു കൊച്ചു വണ്ടിയും കൂടി വെക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. You go to any company, any luxurious vehicle, there will be issues. ഞാൻ എൻ്റെ ബെൻസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ബെൻസ് ഹാഡ് എ വെരി സീരിയസ് പ്രോബ്ലം ആൻഡ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമുക്കൊരു 15 ലക്ഷം 20 ലക്ഷം ഒക്കെ ആയിരിക്കും അതിനൊരു മേജർ പണി വന്നു കഴിഞ്ഞാൽ മാറിപ്പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഒരു പുതിയ ഹാരിയർ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ലക്ഷറിയസ് വണ്ടി ചിലപ്പം 1 കോടി രൂപ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും അവർ ലോറി കൊണ്ടുവന്ന് ഡെലിവറി ചെയ്ത് തരുന്നത്. എന്നാൽ പോലും അതിനകത്ത് ചെറിയ പ്രോബ്ലംസ് ഉണ്ടാകാനോ കംപ്ലയിൻറ്റ്സ് ഉണ്ടാകാനോ ഒക്കെ സാധ്യതയേറെയാണ്. പിന്നെ അത്രയും വണ്ടികൾ വാങ്ങിക്കുന്ന ഒത്തിരി പേരില്ലല്ലോ, അവരാരും ഇതുപോലെ റിവ്യൂ ഇടാനും സാധ്യതയില്ല. ഇടത്തരക്കാരെ പോലെ ഫോർ ഓർഡിനറി പീപ്പിൾ ലൈക്ക് അസ്, വെൻ വി ഗെറ്റ് ദിസ് മച്ച് ലക്ഷറീസ്, ദിസ് മച്ച് ഫെസിലിറ്റീസ് ഇൻ എ കാർ ലൈക്ക് ദിസ്, ഐ തിങ്ക് before giving a very negative comment or a negative review, we should give them some time to rectify their mistakes. അടച്ചാക്ഷേപിക്കാതെ, കേരളത്തിലെ എല്ലാ ബ്ലോഗേഴ്സിനോടും എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ തന്നെ ഇന്ത്യൻ ബ്രാൻഡിനെ അടച്ചാക്ഷേപിക്കാതെ നമുക്ക് കുറച്ച് ഒന്ന് സമയം കൊടുത്ത് നോക്കാം എത്രത്തോളം അത് റെക്ടിഫൈ ചെയ്യുമെന്നുള്ളത്. അതിനുശേഷം തീരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു വ്യൂസ് കിട്ടാനായിട്ടോ അല്ലെങ്കിൽ ഒരു വൈറൽ ആകാനായിട്ടോ ടാറ്റയെ കുറ്റം പറയുന്നത് കുറച്ച് നാളത്തേക്കെങ്കിലും നമ്മളൊന്ന് സസ്പെൻഡ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് ആസ് എ ഡോക്ടർ വാട്ട് ഐ ഹാവ് ടു അഡ്വൈസ് യു ഓൾ. സോ നമുക്ക് നമ്മുടെ ഹാരിയറിൽ തന്നെ നോക്കാം. ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റവും ബാക്കി കാര്യങ്ങളും ഒക്കെ ഈവൻ ഐ എം മോർ സാറ്റിസ്ഫൈഡ് ദാൻ riding a luxurious vehicle when I drive a TATA Harrier. പറയാനാണെങ്കിൽ നമ്മുടെ ഹാരിയറിൽ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു തുടക്കം മുതൽ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യത്തെ ഒരു 50 ഹാരിയർസിൽ ഒന്നായിരിക്കും കേരളത്തിലെടുത്ത് നോക്കിയെന്നാൽ. അപ്പോൾ ഇതിൻ്റെ USB സ്ലോട്ട് ഇവിടെ കുത്തുന്നത് നമുക്കിവിടുന്ന് കാണാൻ പോലും പറ്റത്തില്ല. ഇത് അടിയിൽ നോക്കി സെർച്ച് ചെയ്തെന്നാൽ മാത്രമേ ഉള്ളൂ. To find the USB slot, it is very difficult in a Harrier. But in the next generation Harrier, they rectified the mistake. They found that it was very difficult to plug in the USB or even the Apple CarPlay thing.
So they are trying to rectify the mistakes. That's what I felt from my observation. I will show you beautiful sceneries from our areas, that is Kanjirappalli, Mundakayam, Pala areas. So these are some beautiful sceneries from our small areas in Kerala. So for the North Indian friends, our TATA Harrier, with our cooperation and with our support, we should be able to make it a very well-known brand in the world itself. നമുക്ക് നമ്മുടെ Toyota, Honda പോലെ, I have an additional vehicle which is Honda City. The Honda and Toyota, the Japanese brands, their service, their technology, അതാണ് ആ രാജ്യത്തിൻ്റെ മുഖമുദ്രയായി തീർന്നത്. I will show you a beautiful church also. This is near Mundakayam in Kerala. So my TATA Harrier is totally a companion, a partner in all the travels and journeys inside Kerala. I have gone through almost all places in Kerala in my TATA Harrier. If you leave aside the oil seal problem, there was no complaint itself. ഈ ഓയിൽ സീൽ പ്രോബ്ലം തന്നെയാണെങ്കിലും 30,000 സർവീസിൽ അവർ തന്നെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് പറഞ്ഞതാണ്. അവർക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ആൻഡ് ദേ ട്രൈ ടു ചേഞ്ച് ദ ഓയിൽ സീൽ മൾട്ടിപ്പിൾ ടൈംസ്. ബട്ട് ഇൻഫാക്റ്റ് ഇതൊരു ബഡ്ഡിങ് അപ്പ് ഒരു സർവീസ് സ്റ്റേഷനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ന്യൂനതകൾ അവർക്കുണ്ടാവും. നമുക്ക് അവരെ വളരാനായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അവരെ ഈ ഇൻസൾട്ട്സ് കൊണ്ട് അല്ലെങ്കിൽ ഈ ക്രിറ്റിസിസംസ്, നെഗറ്റീവ് കമൻസ് കൊണ്ട് മാത്രം അവരെ തളർത്തിക്കളയാതെ നമുക്ക് നമ്മുടെ ഓൺ ഇന്ത്യൻ ബ്രാൻഡിനെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് ഇതുപോലൊരു ജാപ്പനീസ് ബ്രാൻഡ് പോലെയോ അല്ലെങ്കിൽ ഒരു ജർമ്മൻ ബ്രാൻഡ് പോലെയോ ആക്കി തീർക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഹോൾ ഹാർട്ടഡ്ലി വി ഷുഡ് കോപ്പറേറ്റ് ആൻഡ് വർക്ക് ടുഗെദർ. സോ വി വിൽ ഓൾ സപ്പോർട്ട് അവർ ഇന്ത്യൻ ബ്രാൻഡ് ടാറ്റ ആൻഡ് മേക്ക് ഇറ്റ് എ വേൾഡ് ഫേമസ് ബ്രാൻഡ്. ആസ് യു ഓൾ നോ, ടാറ്റയുടെ ലോറികളാണ്, ബസ്സുകളാണ് ലോകമെമ്പാടുത്തും ഓടി നടക്കുന്നത്. ഈവൻ ഗൾഫിലാണെങ്കിൽ പോലും ടാറ്റയുടെ ബസ്സുകളും ലോറികളും ഒക്കെ നല്ല പേര് കേട്ടതാണ്. സോ വി വിൽ ഗിവ് ദം എ ലിറ്റിൽ ടൈം, വി വിൽ ഗിവ് അവർ സജഷൻസ്. നെഗറ്റീവ് കമൻസ് കൊണ്ട് മാത്രം അവരെ തളർത്തിക്കളയാതെ we will join our hands together to make an Indian brand. ഒരു ഓട്ടോമൊബൈൽ ബ്രാൻഡ് ലോകത്തിൽ മുഴുവൻ ഫേമസ് ആയെന്നാൽ തന്നെ ഒരു കൺട്രി ഡെവലപ്പ് ആകാൻ അത്രയും മതി. അതാണ് ജർമ്മനിയെ പോലുള്ള ഒരു രാജ്യം കാണിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് തകർന്നടിഞ്ഞ രാജ്യങ്ങളായിരുന്നു ജർമ്മനിയും ജപ്പാനും ഒക്കെ. അവരുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി കൊണ്ട് മാത്രമാണ് ജർമ്മനിയും ജപ്പാനും ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഡെവലപ്ഡ് കൺട്രീസിൽ 2 രാജ്യങ്ങളായി മാറിയത്. അവരുടെയൊക്കെ their financial budget is much higher only basically because of their developed automobile industry and technology. So likewise, we have to make one of the Indian brands, at least one of the Indian brands, a totally world famous company and world famous technology. So we need Indian support, our Indian citizen support for making that dream true. താങ്ക് യു എവ്രി വൺ. ഇതുപോലെ ഒരുപാട് ന്യൂനതകൾ നമ്മുടെ ടാറ്റ ഹാരിയറിൽ കണ്ടുപിടിക്കാമെങ്കിലും അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ഈ ഹാരിയറിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലൊരു എക്സാമ്പിൾ, ഞാൻ ഹൈ റേഞ്ച് ഏരിയ മൊത്തം കറങ്ങി നടക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നിൽക്കുന്നതും ഹൈ റേഞ്ച് ഏരിയയിലാണ്. ഇവിടെ കൂട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പള്ളിയാണ് ഈ കാണുന്നത്. ഹീ ഈസ് മൈ പാർട്ട്ണർ ഇൻ ക്രൈം, ഹീ ഈസ് മൈ PFT ടെക്നീഷ്യൻ മിസ്റ്റർ ബിനു രാജ്. So he will be taking most of my videos and photos. So even after going these high range places with a lot of twists, turns and curves, my tire mileage was more than some 32,000 kilometers. So that is a huge tire mileage you can expect in an SUV like this. Because നമ്മൾ ടൊയോട്ട ഇന്നോവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും you will hardly get some 20,000 kilometers as tire mileage. But this vehicle I got around 32,000 tire mileage. ഞാൻ അങ്ങനെ ടയർ ചെക്ക് ചെയ്യാതിരുന്നൊന്നുമല്ല. I was routinely giving for service and checking the tire pressure and the wear and tear, everything. But it got me a huge mileage. Believe me, I didn't get this mileage even in sedan cars like this. So when you tell the drawbacks of TATA Harrier, you have to see or watch for, observe these advantages also which an Indian brand is giving us. So it's a huge luxury as far as my opinion is concerned. Thank you. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 300 അടി
elevated ആയിട്ടാണ്, ഹൈ റേഞ്ച് ഏരിയ ആണ്. നിങ്ങൾക്ക് കാണാവുന്നത് പോലെ we can have a beautiful scenery behind us. So even after going to these high range places with lot of twists, turns and curves, our Harrier is doing a wonderful performance for me. I'll be traveling all around Kerala, especially to these high range places. I'm going to Idukki district and Wayanad district. We have beautiful sceneries here, and our roads are not very good. So in such roads, an SUV like Harrier is doing a great job for me. Yeah, this is Binuraj, my friend and companion. He's my PFT technician. PFT is pulmonary function test. We call it spirometry also. So he is doing the test for patients.